നമസ്കാരം. ജംസ് പുതുവർഷ പുതുലക്കത്തിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ 2015. ഈ ലക്കത്തിൽ സംസാരിക്കുവാൻ പോകുന്നത് പ്രമേഹത്തിനായിട്ട് ഉപയോഗിക്കുവാൻ പോകുന്ന പുത്തൻ ഔഷധങ്ങളെക്കുറിച്ചാണ്. ഒരു രോഗം ചികിത്സിക്കുവാൻ ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടായിരിക്കെ എന്തിനാണ് പുതിയ ഔഷധങ്ങൾ? സംശയമില്ല, പലർക്കും ഞാൻ പുതിയ ഔഷധങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്ന് തോന്നിയില്ലേ? അതിൻ്റെ മറുപടി എന്താണ് എന്നറിയാമോ? നമ്മൾ പ്രമേഹം ഇത്രയൊക്കെ ഔഷധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ കൂടിയും ആഗോളതലത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഭാരതം പോലെ ഉള്ള ഒരു രാജ്യത്തെ പരിഗണിക്കുകയാണെങ്കിലോ 85% സാധാരണ ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ സാധാരണ പോലെ പോയി ചികിത്സിച്ചിട്ട് വരുന്ന രോഗികൾക്കും വൃക്കയിലെ രോഗങ്ങളും ഹൃദയാഘാതങ്ങളും സംഭവിക്കുന്നു. ഒരു 10-15% രോഗികൾക്ക് മാത്രമേ പ്രമേഹത്തിൻ്റെ അനുബന്ധ ഗുരുതര രോഗങ്ങളില്ലാതെ തുടർ ജീവിതം സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പുത്തൻ ശ്രേണിയിൽപ്പെട്ട ഔഷധങ്ങൾ വേണം, കൂടിയേ തീരൂ എന്ന് വാശി പിടിക്കാൻ കാരണം. ഇനി ഔഷധങ്ങളെക്കുറിച്ച്. പ്രമേഹത്തിന് ഇപ്പം നാം ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട്. ഹ്യൂമൻ ഇൻസുലിൻസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വില താരതമ്യേന കുറവാണ്. അതുപോലെ സൾഫണൈലൂറിയ എന്ന് പറയുന്ന ഔഷധ ഗണത്തിൽപ്പെടുന്ന കുറേ ഔഷധങ്ങൾ, അമറിൽ, അതായത് ഗ്ലിമിപ്പെറൈഡ്, അതിൽ കുറേ എണ്ണം, ഗ്ലിപ്പിസൈഡ്, ഇവയ്ക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു ദോഷം, രക്തത്തിലെ പഞ്ചസാര ഇവർക്കൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും. പക്ഷെ അതോടൊപ്പം ചിലപ്പോൾ പഞ്ചസാര തീരെ അപകടകരമായ വിധം താന്നു പോകും. അത് മരണത്തിന് തന്നെ കാരണമാകുകയും ചെയ്യും. ഹൈപ്പോഗ്ലൈസീമിയ. ഇങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ സംഭവിക്കാം എന്നൊരു ഭയം ഡോക്ടർമാർക്ക് ഉണ്ട്, രോഗികൾക്ക് അതേക്കാളും കൂടുതലുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ ഭയം കാരണം, ആ മരണഭീതി കാരണം ചികിത്സ ഒരിക്കലും വിജയകരമാകാറുമില്ല. ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് പുത്തൻ ശ്രേണിയിൽപ്പെട്ട നിരവധി ഔഷധങ്ങൾ നാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പുതുവർഷത്തിൽ ഇങ്ങോട്ട് നാം ഉപയോഗിക്കുന്നതിന് വേണ്ടി വന്നെത്തുവാൻ പോകുന്നത്. നമ്മൾ പ്രമേഹത്തിന് സാധാരണമായ ഒരു ചികിത്സ സ്വീകരിക്കുമ്പോൾ 2 പ്രതിസന്ധികളാണുള്ളത്. ഒന്ന്, പഞ്ചസാര പെട്ടെന്ന് താന്നു പോവുക, ഏവരുടെ ഒരു പേടി സ്വപ്നമാണ്, മരണം വരെ സംഭവിക്കാം. 2, ചികിത്സയുടെ ആ ഒരു വേളയിൽ ശരീരഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു മറുപടി എന്നോളമാണ് പുത്തൻ ശ്രേണിയിൽപ്പെട്ട ഔഷധ നിരകൾ വന്നെത്തിയിട്ടുള്ളത്. ഞാൻ 5-6 ഔഷധങ്ങളെക്കുറിച്ച് ലഘുവായിട്ട് ഇവിടെ വിവരിക്കാം. ഇൻക്രെറ്റിൻസ് നാം 5-6 വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങളാണ്. അതിൽ ഗുളികകളുണ്ട്, ജനൂവിയ, ഗാൽവസ്, ഓൺഗ്ലൈസ, ലീനാഗ്ലിപ്റ്റിൻ. അപ്പോൾ ഇതെല്ലാം നാം പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഗുളികകളാണ്. ഇവ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതോടൊപ്പം ഒരു പരിധിവരെ കുറയുന്ന വേളയിൽ പഞ്ചസാര അല്പം കൂട്ടുവാൻ ഇവർക്ക് സാധിക്കും. പഴയ ശ്രേണിയിൽപ്പെട്ട ഔഷധങ്ങളെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണെങ്കിൽ പോലും ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ഒരു പരിധിവരെ സംരക്ഷിക്കുക എന്ന ഒരു നല്ല ജോലിയും കൂടി അവർ ചെയ്യുന്നുണ്ട്. അത് രോഗികൾക്ക് ആശ്വാസവും സന്തോഷവുമേകുന്ന ഒരു ജോലി തന്നെയാണ്. ആ ഉത്തരവാദിത്വം പഴയ വില കുറഞ്ഞ സാധാരണ ഗുളികകൾക്ക് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ അല്പം വില കൂടുതലാണെങ്കിൽ പോലും ഇത്തരം പുതിയ ഔഷധങ്ങൾ ഭാവിയിൽ ചികിത്സാ ചെലവ് 10 മടങ്ങ് വർദ്ധിക്കുന്നതിൽ നിന്നും
നമ്മളെ തടയുന്നു. അത് കുറയ്ക്കുവാനായിട്ടും അവയവങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചക്ഷൻസായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് GLP-1 റിസപ്റ്റർ അഗണിസ്റ്റ്. ഉദാഹരണത്തിന് ആദ്യമായിട്ട് വന്നെത്തിയ ബയറ്റ എന്ന ഇഞ്ചക്ഷൻ 2 നേരം കൊടുക്കുന്നു. ദിവസം 1 നേരം എടുക്കുന്ന വിക്ടോസ എന്ന ഇഞ്ചക്ഷൻ. വിക്ടോസയൊക്കെ ലോകം മുഴുവൻ വളരെ കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഇഞ്ചക്ഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നു, ശരീരഭാരം കുറയ്ക്കുന്നു. കൂടാതെ ഈ ശ്രേണിയിൽപ്പെടുന്ന ഔഷധങ്ങൾക്ക് ശരീരത്തിലെ മറ്റ് പ്രധാന അവയവങ്ങളിലെല്ലാം GLP-1 റിസപ്റ്റേഴ്സ് ഉള്ള ഇടങ്ങളിലെല്ലാം ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നും നാം കണ്ടെത്തി കഴിഞ്ഞു. ഓർമ്മശക്തി കൂട്ടുക, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക, വൃക്ക സംരക്ഷിക്കുക, അങ്ങനെ നിരവധി പ്രയോജനങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്ന ഔഷധങ്ങൾക്ക് ഉണ്ട്. ഇനി മറ്റൊരു ഔഷധ നിര പുതുതായിട്ട് വന്നെത്തിയിട്ടുള്ള ഇൻസുലിൻസ് ആണ്. നമുക്ക് ട്രെസിബ എന്ന ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ, ഡെഗ്ലൂഡക്, നാം ഇപ്പോൾ ഏകദേശം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 8-9 മാസങ്ങളായി കഴിഞ്ഞു. ദീർഘനേരം പ്രവർത്തിക്കുക എന്നതിലുപരിയായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനങ്ങൾ കൂടി ഏകദേശം 25-30% കുറയ്ക്കുന്നു. പഞ്ചസാര പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥ കുറയ്ക്കുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്ന ആ ഒരു പ്രവണത ഈ ഇൻസുലിൻ വളരെ കുറവാണ്. അതുപോലെ അർബുദ സാധ്യത തീരെ കുറവാണ്. അങ്ങനെ നിരവധി ഗുണഗണങ്ങളാണ് ഈ പുതിയ ഇൻസുലിനായ ട്രെസിബ അല്ലെങ്കിൽ ഡെഗ്ലൂഡക്കിനുള്ളത്. പക്ഷേ ഇതൊരു സോളബിൾ സ്റ്റേബിൾ വൺസ് ഡെയിലി ഇൻസുലിനാണ്, 1 നേരം കൊടുക്കുന്ന ഇൻസുലിനാണ്. അപ്പോൾ അത് പ്രമേഹത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമേ സാധിക്കുള്ളൂ. കുറച്ച് വൈകിപ്പോയിട്ടാണ് എങ്കിൽ ഇതോടൊപ്പം മറ്റ് ഇൻസുലിനുകൾ കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ പുതിയ ഇൻസുലിൻ്റെ പേര് റൈസോഡെക് എന്നാണ്. റൈസോഡെക്കിൻ്റെ പ്രത്യേകത അതിൽ 70% ഡെഗ്ലൂഡക് അല്ലെങ്കിൽ ട്രെസിബ എന്ന ഇൻസുലിനും 30% പെട്ടെന്ന് പ്രവർത്തിക്കുന്ന അസ്പാർട്ട് അല്ലെങ്കിൽ നോവറാപ്പിഡ് എന്ന ഇൻസുലിനുമാണ്. അപ്പോൾ ഇത് ദിവസം 1 നേരം എടുക്കാം, വേണമെങ്കിൽ 2 പ്രാവശ്യം എടുക്കാം. ആഹാരത്തിന് മുൻപാണ് എടുക്കേണ്ടത്. ഇതിലെ ഡെഗ്ലൂഡക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനങ്ങൾ വളരെ കുറച്ച് ദീർഘനേരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഇതിൽ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിനാകട്ടെ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുള്ള പ്രധാന ഭക്ഷണത്തിന് ഒരു 15 മിനിറ്റ് മുമ്പ് എടുക്കുകയാണ് എങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൈസിമിക് എക്സ്കർഷൻസ് അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ വ്യതിയാനങ്ങൾ കൂടി വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുന്നു. അല്ലെങ്കിൽ എത്ര പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, എത്ര പുതിയ ഔഷധങ്ങളാണ് രോഗികളുടെ ആശ്വാസത്തിനായിട്ട് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. SGLT2 ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്ലിഫസൻസ് ഒന്നിലധികം പ്രയോജനം നമുക്ക് തരുന്ന ഔഷധ നിരയാണ്. മൂത്രത്തിലൂടെ പഞ്ചസാര പുറത്തേക്ക് പോകുന്നു. അപ്പം രക്തത്തിലെ പഞ്ചസാര കുറയുന്നതോടൊപ്പം ഏകദേശം 300 കലോറി വരെ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ശരീരത്തിലെ ഭാരവും നമുക്ക് നന്നായിട്ട് നഷ്ടപ്പെടും. ഏകദേശം ഒരു 2 മുതൽ വേണമെങ്കിൽ 4 കിലോഗ്രാം വരെ ഈ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ശരീരഭാരം കുറയാം. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ അപേക്ഷിച്ച് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കുറഞ്ഞു പോകുവാനുള്ളൊരു സാധ്യതയും ഈ ഔഷധ നിര ഉപയോഗിക്കുന്നവർക്ക് കുറവാണ്. ഡെപ്പാഗ്ലിഫോസിനും കാനാഗ്ലിഫോസിനും എംപാഗ്ലിഫോസിനും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്കും വരികയാണ്. അത് നമുക്ക് ഒന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെറ്റ്ഫോമിനായിട്ട് ചേർന്ന് ഉപയോഗിക്കാം. മറ്റ് ഔഷധങ്ങൾക്കൊപ്പം ഇൻസുലിൻ, ഗ്ലിപ്റ്റിൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. സുരക്ഷിതമാണ്, ഈ ഔഷധങ്ങളൊക്കെ സുരക്ഷിതമാണ്. ആദ്യമൊക്കെ ചെറുതായിട്ടൊരു യൂറിനറി ഇൻഫെക്ഷനോ ജെനിറ്റൽ ഇൻഫെക്ഷനോ ഉണ്ടാകാം. അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് കോമ്പിനേഷൻസ് ഇതുപോലെ ഒരുപാട് വരികയാണ്. ഉദാഹരണത്തിന് നമുക്ക് ദീർഘനേരം പ്രവർത്തിക്കുന്ന ട്രെസിബ അല്ലെങ്കിൽ ഡെഗ്ലൂഡക്കിനോടൊപ്പം വിക്ടോസയും ചേർന്നുള്ള സുൾട്ടോഫി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും സമീപ ഭാവിയിൽ തന്നെ വന്നെത്തുവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഗുണങ്ങൾ ഏറെയുള്ള ഔഷധങ്ങൾ ഒന്നായും ഒരുമിച്ചും വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇൻസുലിൻ പമ്പും ഉടനെ തന്നെ നമ്മളുടെ നാട്ടിൽ എത്തുവാൻ പോവുകയാണ്. കളർ ഡിസ്പ്ലേ ഉള്ള, പമ്പ് പോലെ തോന്നിക്കാത്ത, രക്തത്തിലെ പഞ്ചസാര
തീരെ കുറയുന്നതിന് മുൻപ് തന്നെ പ്രെഡിക്റ്റീവ് ഹൈപ്പോ അലേർട്ടുള്ള അതിന് പ്രകാരം പമ്പ് തനിയെ നിൽക്കുകയും മണിക്കൂറുകൾക്ക് ശേഷം അത് തനിയെ ഓണാകുകയും ചെയ്യുന്ന ഇൻസുലിൻ പമ്പ് ഉടനെ എത്തുകയാണ്. അപ്പോൾ രോഗികൾക്ക് സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ ഏറെയാണ്. തീർച്ചയായിട്ടും പുതിയ ഔഷധങ്ങൾക്ക് ഗുണങ്ങൾ ഏറുമ്പോൾ അതിൻ്റെ ചെലവും കൂടും. പക്ഷെ ചെലവ് കൂടുതലുള്ള പ്രമേഹ ചികിത്സകൾ ആദ്യമേ സ്വീകരിക്കുന്നവർക്ക് ഭാവിയിലെ ഭീമമായ ചെലവ് വർധന ഏകദേശം പരിപൂർണമായിട്ട് തന്നെ ഒഴിവാക്കുവാനും സാധിക്കും. ഞങ്ങളുടെയൊക്കെ ചികിത്സയിൽ 10-15 വർഷങ്ങളായിട്ടിരിക്കുന്ന 80% രോഗികൾക്കും പ്രതിമാസം ചെലവാകുന്നത് ഏകദേശം 500 രൂപയിലും താഴെ മാത്രമാണ്. പ്രത്യേകിച്ചും പ്രാരംഭത്തിലെ തീവ്ര ചികിത്സ സ്വീകരിക്കാൻ കഴിഞ്ഞ രോഗികൾക്ക്. അങ്ങനെ നാം ഇന്ന് സംസാരിച്ചത് പ്രമേഹത്തിനായിട്ട് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, ഉടനെ ഉപയോഗിക്കുവാൻ പോകുന്ന പുതിയ ഗുളികകൾ, പുതിയ ഇഞ്ചക്ഷനുകൾ, പുതിയ ഡിവൈസുകൾ എന്നിവയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും യൂട്യൂബ് കമൻറ്റ്സ്, ഫേസ്ബുക്ക് കമൻറ്റ്സ് ഇതൊക്കെ തന്നെയാണ് ഈ പ്രമേഹ വിദ്യാഭ്യാസ പരിപാടി തുടർന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതും ഉണർവ് നൽകുന്നതും ഉന്മേഷം നൽകുന്നതും. ദയവായി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ ഞങ്ങളെ തുടർന്നും അറിയിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെ വിഷയങ്ങളാണ് ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കുന്നതായിരിക്കും. ജ്യോതിദേവ്സ് ഡയബറ്റിസ് റിസർച്ച് ടീം അംഗങ്ങളിൽ നിന്നും എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ 2015. ബൈ ബൈ.